അപ്പോൾ നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ന്യൂട്ടൺസ് ലാസ് ഓഫ് മോഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യും. അതിനാണ് നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുക. അപ്പോൾ ഇത്ര കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആയിരുന്നു. അപ്പോൾ ആ ന്യൂട്ടോണിയൻ മെക്കാനിക്സിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അത് നമുക്കറിയാം, ന്യൂട്ടൻ്റെ ലോ വെച്ചിട്ട് നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും പലപ്പോഴും വെക്റ്റർ ഫോമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വെക്റ്റർ അഡിഷൻ, വെക്റ്റർ സബ്സ്ട്രാക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ഡയറക്ഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഡ്രോബാക്ക് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത സെക്ഷനിൽ ഈ പറഞ്ഞ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന മെക്കാനിക്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എന്താ, നമ്മൾ പുതിയൊരു മെക്കാനിക്സിലേക്ക്, പുതിയൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് പറയേണ്ടത് കോർഡിനേറ്റ് സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കോർഡിനേറ്റ് സിസ്റ്റം കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് അതിലൊരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ പറയാൻ വേണ്ടി, സ്പേസിലുള്ള പൊസിഷൻ പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 3 ആക്സിസ് എടുക്കും. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ 3 ആക്സിസ് നമ്മൾ എടുക്കും. അപ്പോൾ ആക്ച്വലി അത് ഇരിക്കുന്നത്, അപ്പോൾ ഇതിപ്പം എക്സ് ആക്സിസ്, ഇതിപ്പോൾ വൈ ആക്സിസ്, ഇതിപ്പോൾ ഇസഡ് ആക്സിസ്. അപ്പോൾ 3 ആക്സിസ് അല്ലേ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ആക്സ് ആണ്, ഇത് വൈ ആക്സ് ആണ്, ഇത് ഇസഡ് ആക്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഇരിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ പോർഷൻ നമുക്ക് പറയണം. ആ പാർട്ടിക്കിളിൻ്റെ പോർഷൻ പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒറിജിനിൽ നിന്ന് അവിടത്തേക്ക് നമുക്ക് പൊസിഷൻ വെക്റ്റർ വരയ്ക്കാം. ഒറിജിനിൽ നിന്ന് 3 ആക്സിനോട് ചേരുന്നതാണ് നമ്മൾ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ പറയാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന റെഫറൻസ് പോയിന്റ്. അപ്പോൾ ആ ഒറിജിനിൽ നിന്ന് അവിടത്തേക്ക് നമുക്ക് പൊസിഷൻ വെക്റ്റർ വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ആർ വെക്റ്റർ. അപ്പോൾ ആ ആർ വെക്റ്റർ വരയ്ക്കുമ്പോൾ ഇവിടെ 3 ആക്സിസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ 3 കമ്പൗണ്ട് ഉണ്ടാവും. അതായത് നമ്മൾ എന്ത് ചെയ്യും? ഈ പാർട്ടിക്കിൾ അവിടെ നിന്ന് നേരെ താഴേക്ക്, ഇതാണ് എക്സ് വൈ പ്ലെയിൻ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, അപ്പോൾ ഇത് എക്സ് വൈ പ്ലെയിൻ. ആ എക്സ് വൈ പ്ലെയിനിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. ഈ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഈ ഒരു പോയിന്റ് മീറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും? വൈ ആക്സിലേക്കും എക്സ് ആക്സിലേക്കും നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കും. അപ്പോൾ വൈ ആക്സിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ നമുക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടും. എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ വൈ കോർഡിനേറ്റ് കിട്ടും. ഈ ഹൈറ്റ് നമുക്ക് ഇസഡ്, അങ്ങനെ 3 ഉണ്ടാവും. എക്സ്, വൈ, ഇസഡ്, 3 കോർഡിനേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ പറയാൻ പറ്റും. ഇതിനകത്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനകത്ത്. അപ്പോൾ ഒന്ന് വരച്ചാൽ ഇങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ മനുഷ്യ വരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇസഡ്, ഇത് വൈ, ഇത് എക്സ്. അപ്പോൾ പാർട്ടിക്കിൾ ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെ വരയ്ക്കും. പിന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്തു? പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ പ്ലെയിൻ മീറ്റ് ചെയ്തു. ഇതായിരിക്കും പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ. ഇത് ഒറിജിൻ ആയിരിക്കും. ഇതായിരിക്കും ഇവിടുത്തെ ആർ വെക്റ്റർ. അപ്പോൾ ഇതായിരിക്കും എൻ്റെ കമ്പോണൻറ്റുകൾ. ഇതെൻ്റെ എക്സ് കമ്പോണൻ്റ് ആയിരിക്കും. ഇത്രയും ഈ ഡിസ്റ്റൻസ് എക്സ് കമ്പോണൻറ്റ്. ഇതടുത്ത് വൈ കമ്പോണൻ്റ് ആയിരിക്കും. പോയിന്റ് നിന്ന് വൈ. ഇതടുത്ത് ഇസഡ് കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ 3 കോർഡിനേറ്റ് അല്ലേ, എക്സ്, വൈ, ഇസഡ്. ആക്ച്വലി എക്സ്, വൈ, ഇസഡ്, അങ്ങനെ 3 കമ്പൗണ്ട് ഉണ്ടാവും. എക്സ്, വൈ, ഇസഡ്. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ചെയ്യുക. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് പ്രകാരം ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ പറയാൻ വേണ്ടി നമുക്ക് 3 കോർഡിനേറ്റുകൾ വേണ്ടി വരും. എക്സ്, വൈ, ഇസഡ്. നമ്മൾ അടുത്ത് വേറൊന്ന് യൂസ് ചെയ്യാറുണ്ട്, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിനകത്ത് 3 ആക്സിസാണ് ഉള്ളത്. എക്സ്, വൈ, ഇസഡ്. ആക്സിസുകൾ 3 തന്നെയാണ്. പിന്നെ പൊസിഷൻ പറയാൻ വേണ്ടി എടുക്കുന്ന രീതി മാറും. എക്സ്, വൈ, ഇസഡ് 3 ആക്സിസ് തന്നെയാണ് ഉള്ളത്. എക്സ്, വൈ, ഇസഡ്.
നേരത്തെ പറഞ്ഞിട്ട് പാർട്ടിക്കിളിൻ്റെ പോർഷൻ ഇത് പാർട്ടിക്കിളിൻ്റെ പോർഷൻ. അവിടുത്തെ നമുക്ക് പോർഷൻ വെക്ടർ വരയ്ക്കാം ആർ വെക്ടർ. നേരത്തെ കണക്ക് എന്തെയ്യുന്നു, നമ്മളിവിടെ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നു, XY പ്ലെയിനിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നു. അവിടെ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നു, X ആക്സിലേക്കും പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, Y ആക്സിലേക്കും പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ പാർട്ടിക്കിളിന്റെ പോർഷൻ ഇതാണ്. അവിടെ നിന്ന് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു, എന്നിട്ട് അവിടെ നിന്ന് X ആക്സിലേക്ക് പെർപെൻഡിക്കുലർ, Y ആക്സിലേക്ക് പെർപെൻഡിക്കുലർ. ഇത് ഒറിജിനിൽ നിന്ന് അവിടത്തേക്കുള്ളത്. നേരത്തെ നമ്മൾ എന്ത് പറയും, X, Y, Z ഇത്രയുമാണ് പറയുന്നത്. ഇപ്പൊ അതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താ പറയാമോ, ഒന്ന് ഈ R, രണ്ടത് ഈ ആംഗിൾ തീറ്റ. പാർട്ടിക്കിൾ ഇവിടെ ആണെങ്കിൽ ഇതാണല്ലോ R, ഇങ്ങനെ വരൂലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ Z ആക്സുമായിട്ടുള്ള ആംഗിളാണ് തീറ്റ. പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഇതാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പൊസിഷൻ വെക്ടർ വരിക. അപ്പോൾ ഈ ആംഗിൾ ആണ് തീറ്റ. അടുത്ത നമ്മൾ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യല്ലോ. പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടെന്ന ആംഗിൾ ഫൈ. ഈ മൂന്ന് പേരെ വെച്ചിട്ടായിരിക്കും നമ്മൾ പോർഷൻ ഡിറ്റർമിൻ ചെയ്യുക. R, തീറ്റ, ഫൈ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിനകത്ത് X, Y, Z വെച്ചിട്ട് നമ്മൾ പറയും. അപ്പോൾ X കമ്പോണന്റ് പറയും, Y കമ്പോണന്റ് പറയും, Z കമ്പോണന്റ് പറയും. അപ്പോൾ ആ മൂന്ന് കമ്പോണന്റ് നോക്കുമ്പോൾ നമുക്ക് പാർട്ടിക്കിളിന്റെ പോർഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിനകത്ത് നമ്മൾ പറയുന്നത് ഒന്ന് ഒറിജിനിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരം പറയും, R പറയും. രണ്ടാമത്തെ അങ്ങനെയുള്ള ഒറിജിനിൽ നിന്ന് പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടറും Z ആക്സിൽ നിന്നുള്ള ആംഗിൾ തീറ്റ പറയും. മൂന്നാമത്തെ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഒറിജിനിൽ നിന്ന് പെർപെൻഡിക്കുലറിലേക്ക് വരയ്ക്കുന്ന ലൈൻ X ആക്സുമായിട്ടുള്ള ആംഗിൾ ഫൈ പറയും, R, തീറ്റ, ഫൈ. ഇതായിരിക്കും സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിനകത്ത് പറയുന്നത്. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിനകത്ത് 3, R, തീറ്റ, ഫൈ. അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിനൊക്കെ 3 ആക്സ് ഉണ്ടാവും. പൊസിഷൻസും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പകരം അവിടെ നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ ഇത് അവിടുത്തെ പൊസിഷൻ വെക്ടർ R വെക്ടർ, ഇതാണ് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ. അവിടെ നിന്ന് XY ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, എന്നിട്ട് X ആക്സിൽ Y എല്ലാം വരയ്ക്കുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒറിജിനിൽ നിന്ന് ആ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ ഡിസ്റ്റൻസ് വരയ്ക്കുമല്ലോ, അത് റോ. രണ്ടാമത് ഇത് ഈ ആംഗിൾ, അങ്ങനെ വരയ്ക്കുന്ന ആ റോയും X ആക്സിൽ നടക്കുന്ന ആംഗിൾ ഫൈ, തീറ്റ. ഇവിടെ നേരത്തെ നമ്മൾ ഫൈ വരച്ചു, ഇപ്പോൾ അതിനുള്ള തീറ്റ. മൂന്നാമത്തെ Z. ഇത് മൂന്നായിരിക്കും ഇപ്പൊ പറയുന്നത്. പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്താണോ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, XY പ്ലെയിനിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നു. ആ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് XY പ്ലെയിനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റും ഒറിജിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് റോ. എന്നിട്ട് ആ റോയും X ആക്സിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ. മൂന്നാമത്തെ പൊസിഷനിൽ നിന്ന് XY പ്ലെയിനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് Z. ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. അപ്പോൾ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ പറയാം. അപ്പം 3 സമയത്തും X, Y, Z പ്ലെയിൻ ഉണ്ടാവും. ആദ്യത്തെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആവുന്ന സമയത്ത് 3 കോർഡിനേറ്റ് പറയും, X, Y, Z പറയും. സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിന്റെ കേസിനകത്ത് R, തീറ്റ, ഫൈ പറയും, R, തീറ്റ, ഫൈ പറയും. മൂന്നാമത്തെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിനകത്ത് റോ, തീറ്റ, Z പറയും. അതാണ് കോർഡിനേറ്റ് സിസ്റ്റം. ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പല സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടി വരും. ഈ 3 ടൈപ്പ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചതാണ്. ഇനി ഒരു സിസ്റ്റത്തിലെ റെപ്രസെന്റ് ചെയ്യുന്ന സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തിലേക്ക് പറയാൻ പറ്റും, വ്യത്യാസമൊന്നുമില്ല. ഇനിയുള്ളത് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് ചെറിയൊരു ഉദാഹരണം, ഒരു ഐഡിയ വയ്ക്കാൻ വേണ്ടി പറഞ്ഞാൽ. ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ, ഒരു ഗ്യാസ് മോളിക്യൂൾ എടുക്കുന്നു. ഇപ്പം ഈ റൂമിനകത്തുള്ള ഒരു ഗ്യാസ് മോളിക്യൂൾ, ഒരു ഗ്യാസ് ആറ്റം, ഏതൊരു ഗ്യാസിൻ്റെ ആറ്റം. ഒരു ഗ്യാസിൻ്റെ ആറ്റം എടുക്കുമ്പോൾ എന്ത് ചെയ്യും,
അത് റാൻഡം മോഷനാണ്. അതിന് എങ്ങോട്ട് വേണോ പോകാൻ പറ്റും. ഈ സ്പേസിൽ എങ്ങോട്ട് വേണോ പറ്റും. എക്സ് ഡയറക്ഷനിൽ പോകാം, വൈ ഡയറക്ഷനിൽ പോകാം, ഇസഡ് ഡയറക്ഷനിൽ പോകാം, എങ്ങോട്ട് വേണോ അതിന് പോകാൻ പറ്റും. യാതൊരു പ്രശ്നവുമില്ല. ശരിയാണല്ലോ. അപ്പോൾ അതിൻ്റെ മോഷൻ യാതൊരുവിധ റെസ്ട്രിക്ഷൻ ഇല്ല. നമ്മൾ അതിൻ്റെ മോഷന് യാതൊരുവിധ റെസ്ട്രിക്ഷൻ കൊടുത്തില്ല. എങ്ങോട്ട് വേണോ അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഈ സ്പേസിൽ എവിടെ വേണോ അതിന് പോകാൻ പറ്റും. അതേസമയം അതിനെ നമ്മളൊരു ഗ്ലാസ് ജാറിനകത്ത് എടുത്തല്ലോ. അങ്ങനെ ഒരു ഗ്ലാസ് ജാറിനകത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ആ ഗ്ലാസ് ജാറിനെ വിട്ട് വെളിയിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായി അല്ലേ. അല്ലെങ്കിൽ ഒരു സ്പിയറിനകത്ത് നമ്മൾ എടുക്കുന്നു, ഒരു സ്പെറിക്കൽ ബൗളിനകത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സ്പെറിക്കൽ ബൗളിനകത്ത് വിട്ട് അതിനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുറത്തു പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജോമെട്രിക്കൽ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അതേപോലെ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണെങ്കിലും അതിന് H2, അപ്പോൾ H ഇവർക്ക് എങ്ങോട്ട് വേണം മൂവ് ചെയ്യാം. പക്ഷെ എങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇതൊരു റിജിഡ് മോളിക്യൂൾ ആണെന്ന് കരുതുക. റിജിഡ് മോളിക്യൂൾ എന്താ റിജിഡ് ബോഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്താ അപ്പോൾ അതാണത്. ഇവിടെ ഈ H2 മോളിക്യൂൾ എങ്ങോട്ട് വേണോ മൂവ് ചെയ്യാം, ഈ സ്പേസിൽ എവിടെ വേണോ മൂവ് ചെയ്യാം. പക്ഷെ അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരിക്കലും ഇവരുള്ള ഡിസ്റ്റൻസ് ചെയ്യാൻ പാടില്ല, മാറാൻ പാടില്ല. ആ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഡി റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. സിമ്പിൾ പെൻ എടുക്കുന്നു. സിമ്പിൾ പെൻ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു മെറ്റൽ ബോബാണ് ഉള്ളത്. അപ്പോൾ ആക്ച്വലി ഒരു മെറ്റൽ ബോൾ ആകുമ്പോൾ ഒരു പോയിന്റ് മാസ്, ആ പോയിന്റ് മാസിനെ എങ്ങോട്ട് വേണം മൂവ് ചെയ്യാവുന്നതാണ്. പക്ഷേ സിമ്പിൾ പെൻഡലത്തിന്റെ കേസിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലെയിനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. ശരിയല്ലേ. 2 ഡയമെൻഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. ഒരു ലിമിറ്റേഷൻ. 2, ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനും ഇതും തമ്മിലുള്ള ദൂരം ഇതെന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. നമ്മുടെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ പറയുന്നതാണ് ലൈറ്റ് ഇൻ എക്സ്റ്റെൻസിബിൾ സ്ട്രിങ് എന്നാണ് പറയുന്നത്. ആ സ്ട്രിങ്ങിന്റെ നീളം എന്ത് ചെയ്യാൻ പാടില്ല, വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ പോയിന്റ് ഓഫ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ 2 ലിമിറ്റേഷൻ ആണ്. ഒന്ന്, എക്സ് വൈ പ്ലെയിനിലെ മൂവ് ചെയ്യാൻ പറ്റും. 2, ഈ ഡിസ്റ്റൻസ് എന്തുമായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ മോഷൻസും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ജോമെട്രിക്കൽ റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന ലിമിറ്റേഷൻസിനെ അല്ലെങ്കിൽ ജോമെട്രിക്കൽ റെസ്ട്രിക്ഷൻസിനെ പറയുന്നവരാണ് കൺസ്ട്രെയിൻസ്. limitations or geometrical restrictions. Limitations or geometrical restrictions are called constraints. അപ്പോൾ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മോഷന് ഉണ്ടാകാവുന്ന ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ജോമെട്രിക്കൽ റെസ്ട്രിക്ഷൻസ്. Limitations or geometrical restrictions of the motion of a particle or system of particles is called constraints. ആ മോഷൻ എന്ന് പറയും. അപ്പോൾ ഈ ലിമിറ്റേഷൻസിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോമെട്രിക്കൽ റെസ്ട്രിക്ഷൻസിനെയാണ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇനി അവിടെ നടക്കുന്ന മോഷൻ നമ്മൾ കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയും. അവിടെ നടക്കുന്ന മോഷൻ നമ്മൾ എന്ത് പറയും, കൺസ്ട്രെയിൻഡ് മോഷൻ. കൺസ്ട്രെയിൻഡ് മോഷൻ. അപ്പോൾ ആ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ജോമെട്രിക്കൽ റെസ്ട്രിക്ഷൻസിന് എന്ന് പറയുന്നു കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നു. ആ മോഷൻ നമ്മൾ എന്ത് പറയുന്നു, കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നു. അപ്പോൾ കൺസ്ട്രെയിൻഡ് മോഷൻ ആവുന്ന സമയത്ത് എങ്ങനെ വേണം അതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ചില പ്രത്യേക രീതിയിൽ മാത്രമേ. ഫോർ എക്സാമ്പിൾ സിമ്പിൾ പെൻഡലം. സിമ്പിൾ പെൻഡലത്തിന് എങ്ങനെ വേണം മൂവ് ചെയ്യാൻ പറ്റത്തില്ല, എക്സ് വൈ പ്ലെയിനിൽ ഈ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുന്ന രീതിയിൽ മാത്രമേ, അപ്പോൾ ഈ ഒരു പാത്തിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ട്രെയിൻ റെയിൽ പാളത്തിൽ ഇവിടെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ല തോന്നിയ വഴിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ കൺസ്ട്രെയിൻഡ് ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ കൺസ്ട്രെയിൻസും കൺസ്ട്രെയിൻഡ് മോഷനും. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ജോമെട്രിക്കൽ റെസ്ട്രിക്ഷൻസ്. മറിച്ച് കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന മോശമാണ് കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയുന്നത്, അതിന് ലിമിറ്റേഷൻ ഉള്ള മോഷൻസ്. ഓക്കെ. ഇനി കൺസ്ട്രെയിൻസിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അവിടുത്തെ ലിമിറ്റേഷൻസിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒരു ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്, ഹോളോനോമിക് എന്നും നോൺ ഹോളോനോമിക് എന്നും. ഹോളോനോമിക് എന്നും നോൺ ഹോളോനോമിക് എന്നും.
അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, നമുക്ക് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം ഒരു സ്പിയർ എടുക്കുക. അപ്പോൾ സ്പിയറിൻ്റെ സെൻറ്റർ നമ്മൾ ഒറിജിൻ എടുക്കുന്നു. അപ്പോൾ അവിടുത്തെ റേഡിയസ് വെക്ടർ നമുക്ക് അറിയാമായിരിക്കും, ഈ ആണ് അവിടുത്തെ റേഡിയസ് എന്ന് കരുതുക. അപ്പോൾ അവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് കരുതുക. ആ പാർട്ടിക്കിളിന് ഇതിൻ്റെ സർഫസിൽ കൂടി മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. സർഫസ് വിട്ട് ഒരിക്കലും പുറത്തു പോകാൻ പറ്റുന്നില്ല. സർഫസ് വിട്ട് ഒരിക്കലും പുറത്തു പോകാൻ പറ്റത്തില്ല. ഈ സർഫസിൽ കൂടി മാത്രമേ മൂവ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയാണ് അതിൻ്റെ ഒരു പോർഷൻ എങ്കിൽ അടുത്ത ഇവിടെ ആയിരിക്കും, അടുത്ത ഇവിടെ ആയിരിക്കും, അടുത്ത ഇവിടെ ആയിരിക്കും. അപ്പം ഇങ്ങനെ ഈ സർഫസിലായി കൂടെ അത് മൂവ് ചെയ്യാം. അപ്പോൾ അതാണ് അവിടുത്തെ ലിമിറ്റേഷൻ. സർഫസിൽ കൂടെ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. അകത്തേക്ക് വരാനും പറ്റത്തില്ല, സർഫസ് വിട്ട് പുറത്തേക്ക് പോകാനും പറ്റത്തില്ല. സർഫസിൽ കൂടി ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കാം, കറങ്ങിക്കൊണ്ടേയിരിക്കാം, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ലിമിറ്റേഷനാണ്. അപ്പോൾ ആ ലിമിറ്റേഷൻ നമുക്ക് മാത്തമെറ്റിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം പാർട്ടിക്കിളിൻ്റെ പോർഷൻ ആകുമ്പോൾ ഇതാണ് പോർഷൻ വെക്ടർ അല്ലേ. അപ്പോൾ ആ പോർഷൻ വെക്ടറിൻ്റെ വില, അപ്പോൾ ആർ വെക്ടർ, ആ ആർ വെക്ടറിൻ്റെ വില എന്തിന് ഈക്വൽ ആയിരിക്കും, റേഡിയസ്, അല്ലെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു എ ആയിരിക്കും, അല്ലെങ്കിൽ ആർ മൈനസ് എ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് അവിടുത്തെ ലിമിറ്റേഷൻ. ആർ മൈനസ് എ എന്തായിരിക്കണം, 0 ആയിരിക്കും. അപ്പോൾ ആ ലിമിറ്റേഷനെ നമുക്ക് മാത്തമാറ്റിക്കൽ ഫോമിലോട്ട് മാറ്റാം. നമ്മൾ പറയുന്ന ലിമിറ്റേഷനെ അല്ലെങ്കിൽ റെസ്ട്രിക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്കൽ ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇവിടുത്തെ ലിമിറ്റേഷനെ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്തപ്പോൾ എന്ത് വന്നു, പോർഷൻ വെക്ടറിൻ്റെ വില എപ്പോഴും എ ആയിരിക്കണം, കാരണം സർഫസിലാണ് എപ്പോഴും. അതുകൊണ്ട് എവിടത്തേക്കുള്ള പോർഷൻ വെക്ടർ വരച്ചാലും അതിൻ്റെ എല്ലാം വില എന്തായിരിക്കും, ഡയറക്ഷൻ വേറെ ആയിരിക്കും, വില എന്തായിരിക്കാം, അവിടുത്തെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു എ ആയിരിക്കും, അല്ലെങ്കിൽ ആർ മൈനസ് എ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രെയിനിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയതായി, മാത്തമാറ്റിക്കലി ആർ മൈനസ് എ ഈസ് ഈക്വൽ ടു 0 എഴുതാൻ പറ്റും. വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റിജിഡ് ബോഡിയുടെ കേസ്. ഇപ്പോൾ രണ്ട് പാർട്ടികളുള്ള, ഒന്നാമത്തെ പാർട്ടികളും രണ്ടാമത്തെ പാർട്ടികളും, അത് റിജിഡ് ബോഡി ആയതുകൊണ്ട് അവരുടെ ഡിസ്റ്റൻസ് ഡി ആണ്. അപ്പം സ്വാഭാവികമായി നമ്മൾ രണ്ട് ആക്സിൽ എക്സ് ആക്സും വൈ ആക്സ് എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പോർഷൻ വെക്ടർ നമുക്ക് വരയ്ക്കാം, R1 വെക്ടർ, രണ്ടാമത്തെ അതിൻ്റെ പോർഷൻ വെക്ടർ R2 വെക്ടർ, വീട്ടിലുള്ള ആംഗിൾ തീറ്റ എന്നൊക്കെ എഴുതുക. എന്നിട്ട് 1 നിന്ന് 2ലേക്കുള്ള ദൂരത്തിന് വേണമെങ്കിൽ നമുക്ക് ഡി വെക്ടർ എഴുതാം. അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് നമുക്കറിയാം. ഇനി നമ്മൾ നോക്ക്, ഇവിടെ നമുക്ക് വെക്ടർ അഡിഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് മാറാൻ പാടില്ല അല്ലേ, ഈ ഡിസ്റ്റൻസ് മാറാൻ പാടില്ല. അപ്പോൾ ആ ഡിസ്റ്റൻസ് മാറാൻ പാടില്ലെങ്കിൽ നമുക്ക് വെക്ടർ അഡിഷൻ പ്രകാരം എഴുതാം. ഇത് ഫസ്റ്റ് വെക്ടർ, ഇതെൻ്റെ ടെയില്, ഇതെൻ്റെ ഹെഡ്, ഇത് സെക്കൻഡ് വെക്ടറിൻ്റെ ടെയില് ഹെഡ്. അപ്പോൾ ഇത് രണ്ട് സെയിം ഓർഡർ, ഇത് ഓപ്പോസിറ്റ് ഓർഡർ. അപ്പം R2 വെക്ടർ എന്ന് പറയാൻ എന്തായിരിക്കും, R1 വെക്ടർ പ്ലസ് ഡി വെക്ടർ, അല്ലെങ്കിൽ സെയിം ഓർഡറുള്ള വെക്ടറിൻ്റെ സം ആയിരിക്കും. തിരിച്ചു പറഞ്ഞാൽ ഡി വെക്ടർ ഈസ് ഈക്വൽ ടു R2 വെക്ടർ മൈനസ് R1 വെക്ടർ. അപ്പോൾ അവിടെ നിന്ന് ഡി എന്തായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് വെക്ടറിൻ്റെ എ വെക്ടർ മൈനസ് ബി വെക്ടർ പറഞ്ഞാൽ, അപ്പോൾ അവിടെ അത് ചെയ്യുമ്പോഴാണ് ഡി കിട്ടുന്നത്. അപ്പോൾ ഡി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ഒന്നാമത്തെ സ്ക്വയർ R2 സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ സ്ക്വയർ മൈനസ് 2 R1 R2 കോസ് തീറ്റ. മോഡുലസിനോട് ഞാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്ടർ സബ്ട്രാക്ഷൻ. അല്ലെങ്കിൽ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു R2 സ്ക്വയർ പ്ലസ് R1 സ്ക്വയർ മൈനസ് 2 R1 R2 കോസ് തീറ്റ. അല്ലെങ്കിൽ ഡി സ്ക്വയർ മൈനസ് R2 സ്ക്വയർ പ്ലസ് എല്ലാം ഇപ്പോൾ തന്നെ മൈനസ് R1 സ്ക്വയർ പ്ലസ് 2 R1 R2 കോസ് തീറ്റ ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് അവിടുത്തെ റെസ്ട്രിക്ഷൻ എന്ത് ചെയ്യാൻ പറ്റി, അതായത് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഈ പറഞ്ഞ ഈ കണ്ടീഷൻ, ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും തമ്മിൽ റിജിഡ് മോളിക്യൂൾ ആയതുകൊണ്ട് അവരുടെ ഡിസ്റ്റൻസ് മാറാൻ പാടില്ല, അല്ലെങ്കിൽ റിജിഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് അവരുടെ ഡിസ്റ്റൻസ് മാറാൻ പാടില്ല. അപ്പോൾ ആ കണ്ടീഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഡി സ്ക്വയർ മൈനസ് R2 സ്ക്വയർ മൈനസ് R1 സ്ക്വയർ 2 R1 R2 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ കൺസ്ട്രെയിൻ്റെ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് നമ്മൾ മാറ്റി, അപ്പോൾ ഈക്വൽ ടു 0 നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടുത്തെ കൺസ്ട്രെയിന് ഇപ്പം ആദ്യത്തെ കേസിനകത്ത് R മൈനസ് എ ഈസ് ഈക്വൽ ടു 0 എന്നായിരുന്നു. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് പോർഷൻ അല്ലേ, പോർഷൻ്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 0 കിട്ടും. ഇവിടെ R1 R2 ആണ് പോർഷൻ, അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതി, R1 R2 ഫംഗ്ഷനായിട്ട് എഴുതി നമുക്ക് എന്ത് കിട്ടി, 0 അല്ലേ. ഫംഗ്ഷൻ R1 R2 ഫംഗ്ഷൻ ഇല്ലേ, R1 R2 ഫംഗ്ഷൻ എന്ത് കിട്ടി, 0. ഇവിടെ R ഫംഗ്ഷൻ എന്ത് കിട്ടി, 0 കിട്ടി. അങ്ങനെ പൊതുവായിട്ട് നമ്മൾ പറഞ്ഞാൽ, നമ്മളൊരു മോഷൻ ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടുത്തെ കൺസ്ട്രെയിനെ
എന്ത് ചെയ്യുന്നു, പൊസിഷൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ R1 R2 എക്സെട്ര അങ്ങനെ Rn എത്ര വേണമാവാം, Rn പിന്നെ ടൈമും കൂടെ ഈക്വൽ ടു 0 എഴുതാൻ പറ്റുകയാണ്. അതായത് R - A = 0. അപ്പോൾ ടൈമും കൂടെ ഞാൻ എക്സ്ട്രാ ഉൾപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എഴുതാം, അവിടുത്തെ പൊസിഷൻ്റെ ഫംഗ്ഷൻ എഴുതാൻ പറ്റും. ആ പൊസിഷൻ്റെ ഫംഗ്ഷൻ എഴുതുമ്പോൾ എന്ത് ഈക്വൽ ടു 0 എന്ന് കിട്ടുകയാണെങ്കിൽ അതിനെ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയും. എന്ത് പറയും, ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു റിജിഡ് മോളിക്യൂളിൻ്റെ കേസിനകത്തുള്ളത് ഹോളോനോമിക് കൺസ്ട്രെയിൻസ് ആണ്. കാരണം അവിടെ നമുക്ക് R - A = 0 എഴുതാൻ പറ്റും. അടുത്ത അപ്പം എന്തായാലും ഇനി എഴുതാൻ പറ്റാത്തതാണ് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു സ്ഫിയറിന്റെ സർഫസിൽ ഒരു സ്ഫിയർ എടുക്കുക, അടുത്ത A വെക്ടർ അല്ലെങ്കിൽ A, ഇവിടുത്തെ ഒരു പാർട്ടിക്കിൾ. ഇവിടുത്തെ പാർട്ടിക്കിളിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അകത്തേക്ക് വരാൻ പറ്റത്തില്ലെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അകത്തേക്ക് വരാൻ പറ്റത്തില്ല. അപ്പം സ്വയം എന്ത് ചെയ്യും, അകത്തേക്ക് വരാൻ പറ്റുന്ന പറഞ്ഞാൽ പുറത്തുനിന്ന് സർഫസിൽ നിൽക്കാം, സർഫസിന് വെളിയിലോട്ടും പോവാം. സർഫസിൽ നിൽക്കാം, സർഫസ്. അപ്പോൾ ഈ കേസിൽ എങ്ങനെ എഴുതും, അപ്പോൾ പോർഷൻ ആദ്യമേ ഇതായിരിക്കും, പിന്നത്തെ പോർഷൻ ഇതായിരിക്കും, പിന്നത്തെ പോർഷൻ ഇതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്, പോർഷൻ വെക്ടറിന്റെ വില എന്ന് പറഞ്ഞാൽ സർഫസിലാണെങ്കിൽ ആർക്ക് ഈക്വൽ ആയിരിക്കും, എക്ക് ഈക്വൽ ആയിരിക്കും. സർഫസിന് വെളിയിലാണെങ്കിൽ ആരെക്കാൾ കൂടെ എയേക്കാൾ കൂടുതലായിരിക്കും. സോ അപ്പം ആ പോർഷന്റെ വില എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, അല്ലെങ്കിൽ R - A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈക്വൽ ടു 0 വരുത്താൻ പറ്റില്ല, ഇക്വലിറ്റി വരുത്താൻ പറ്റത്തില്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് നേരത്തെ R - A, നേരത്തെ നമ്മൾ R - A = 0 ആണ് എഴുതുന്നത്, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നോൺ ഹോളോനോമിക് കൺസ്ട്രെയിന്റ് ആണ്. ഈ പറഞ്ഞ ഇതിൻ്റെ അകത്ത് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, ഒരു സ്പെറിക്കൽ ബൗളിനകത്ത് മൂവ് ചെയ്യുന്ന ഒരു ഗ്യാസ് മോളിക്യൂൾ. സ്പെറിക്കൽ ബൗളിനകത്ത് ഗ്യാസ് മോളിക്യൂൾ മൂവ് ചെയ്യുമ്പോൾ അത് ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം, എവിടെ വേണം ആവാം. അപ്പോൾ ഇവിടെ എന്താ പോലും മാക്സിമം അതിന് ഇങ്ങ് വരെ പോവാം. അപ്പോൾ മാക്സിമം അതിൻ്റെ പൊസിഷൻ കഴിഞ്ഞാൽ ഈക്വൽ ടു A, അല്ലെങ്കിലോ R < A. അപ്പോൾ നമുക്ക് പറയാം R < or equal to A, അല്ലെങ്കിൽ R - A < or equal to 0. ഇതും നോൺ ഹോളോനോമിക് ആണ്, കാരണം നമുക്ക് ഈക്വൽ ടു ഉള്ള മാത്രം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹോളോനോമിക്കും, അല്ലാത്ത നമ്മൾ എന്ത് പറയും, നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് എന്ന് പറയും. അപ്പം റിജിഡ് മോളിക്യൂളിന്റെ കേസിനകത്തുള്ളത് ഹോളോനോമിക് ആണ്. ഈ പറഞ്ഞതൊക്കെ ഒരു കണ്ടെയ്നറിനകത്തുള്ള ഗ്യാസ് മോളിക്യൂളിന്റെ മോഷൻ നോൺ ഹോളോനോമിക് ആണ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. കൺസ്ട്രെയിൻസിനെ വീണ്ടും പല ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്ക്ലീറോനോമിക്, റിയോനോമിക്, ടൈം ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹോളോനോമിക് കൺസ്ട്രെയിന്റ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രെയിന്റ് മോഷൻ ഒബ്സർവ് ചെയ്യുന്നു, അവിടുത്തെ കൺസ്ട്രെയിന്റ് നോക്കുന്നു, ആ കൺസ്ട്രെയിന്റ് ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. അപ്പോൾ അതിന് ആരുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ, ടൈമുമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ, ടൈമിനെ ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിയോനോമിക് എന്ന് പറയും. ഡിപ്പെൻസ് ഓൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ക്ലീറോനോമിക് എന്തായിരിക്കും, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ്, നോട്ട് ഡിപ്പെൻഡ് ഓൺ. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ റിജിഡ് ബോഡിയുടെ കേസിനകത്ത് ടൈമുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് അതെന്താണ്, സ്ക്ലീറോനോമിക് ആണ്. സിമ്പിൾ പെൻഡത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ലെന്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം, അതിന് ടൈമുമായിട്ട് ബന്ധമില്ല, അതുകൊണ്ടാണ് സ്ക്ലീറോനോമിക് ആണ്. മറിച്ച് ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന കേസ് റിയോനോമിക് ആണ്, അവിടെ ടൈമുമായിട്ട് ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പിന്നെയും ക്ലാസിഫൈ ചെയ്യാം കൺസർവേറ്റീവ് എന്നും, കൺസർവേറ്റീവ് കൺസ്ട്രെയിൻസ് എന്നും, ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിൻസ് എന്നും. കൺസർവേറ്റീവ് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ കൺസ്ട്രെയിൻസിന് ഒരു ഫോഴ്സ് കാണുമല്ലോ, ഏതെങ്കിലും ഒരു ഫോഴ്സ് മൂലമായിരിക്കും ലിമിറ്റേഷൻ അല്ലെങ്കിൽ എന്തുണ്ടാവുക, റെസ്ട്രിക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ആ ഫോഴ്സ് വർക്കൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിന്റ് അല്ലേ, കൺസ്ട്രെയിന്റ് മൂലമുണ്ടാകുന്ന ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിന്റ് വർക്കൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അവിടുത്തെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. അത്തരം കൺസ്ട്രെയിൻസിനെ നമ്മൾ എന്ത് പറയും, കൺസർവേറ്റീവ് കൺസ്ട്രെയിൻസ് എന്ന് പറയും. മറിച്ച് ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിന്റ്, ആ ലിമിറ്റേഷൻ ഉണ്ടാക്കുന്ന ഫോഴ്സ് ഏതെങ്കിലും തരത്തിലുള്ള വർക്ക് അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും, കുറച്ച് എനർജി ലോസ് ആവും. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നത്, ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിൻസ് എന്ന് പറയും. അപ്പം
ലിമിറ്റേഷൻ ഉണ്ടാക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. അത്തരം കൺസ്ട്രെയിൻസിനെ കൺസർവേറ്റീവ് കൺസ്ട്രെയിൻസ് ആണ്. മറിച്ച് ലിമിറ്റേഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് എനർജി ലോസ് ആവും. അപ്പോൾ നമ്മൾ അതിനെ ഡിസിപ്പേറ്റീവ് കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ അങ്ങനെ കൺസ്ട്രെയിൻസ് നമുക്ക് പലതരം ക്ലാസിഫൈ ചെയ്യാം. ഹോളോനോമിക് എന്നും നോൺ ഹോളോനോമിക് എന്നും, സ്ക്ലീറോനോമിക് എന്നും, റിയോനോമിക് എന്നും, കൺസർവേറ്റീവ് എന്നും, ഡിസിപ്പേറ്റീവ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് 1 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്.